ഈ പഴത്തിൻ്റെ ഉൾക്കാമ്പില്ലേ, മധുരമുള്ള ഉൾക്കാമ്പ്, അതാണ് ആത്മീയത. അപ്പോൾ ശരിക്കും ഒരു ആത്മീയ അന്വേഷിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ മതമെന്ന് പറയുന്ന പുറംതോലിൻ്റെ ഭംഗിയോ അതിൻ്റെ നിറമോ അതിൻ്റെ വലിപ്പമോ ഒന്നും കണ്ടിട്ട് അവിടെ തട്ടിത്തടഞ്ഞു നിൽക്കില്ല. അവനതിൻ്റെ ഉൾക്കാമ്പിനെ തേടും. നമസ്കാരം. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട, അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ആത്മീയത. പലപ്പോഴും വ്യക്തികൾ ചോദിക്കാറുണ്ട്, ശരിക്കും സ്വർഗനരകങ്ങളെല്ലാം ഉണ്ടോ? അതുപോലെ തന്നെ എന്താണ് സ്പിരിച്വാലിറ്റി? അതുപോലെ എന്താണ് മതങ്ങളും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതോ ഇതെല്ലാം ഒന്ന് തന്നെയാണോ? നല്ല ഒരു മതവിശ്വാസി അല്ലെങ്കിൽ മതത്തിൻ്റെ അനുയായി എന്ന് കരുതുന്ന ഒരാൾ ശരിക്കും ആത്മീയതയുടെ ഉന്നതങ്ങളായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ആൾ തന്നെയാണോ? അതായത് മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യുന്ന വ്യക്തികൾ, കൃത്യമായിട്ടുള്ള ദേവാലയ ദർശനങ്ങൾ ഏത് തന്നെയായാലും, ഏത് മതത്തിൻ്റെ ആയാലും ശരി, കൃത്യമായിട്ടുള്ള ദേവാലയ ദർശനവും അനുഷ്ഠാനങ്ങളുമൊക്കെ ചെയ്യുന്ന ആളുകൾ ശരിക്കും ആത്മീയതയുടെ ഉന്നതങ്ങളിൽ നിലനിൽക്കുന്നവർ തന്നെയാണോ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ശരിക്കും ഇത് രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചാൽ, ഒന്നാണോ അല്ലയോ എന്ന് പറയുന്നതിന് മുൻപ്, ചിന്തിക്കുന്നതിന് മുൻപ് വ്യത്യസ്തങ്ങളായ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾക്കറിയാം, ഞാൻ പാരാസൈക്കോളജിയിലെ ചില പഠനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്നുള്ള ഏരിയയിൽ കുറേയധികം പഠനങ്ങളും നിരീക്ഷണങ്ങളുമൊക്കെ ഇതിനോടകം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ. അപ്പോൾ ഈ പൂർവ്വജന്മങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട തെറാപ്പികൾ ചെയ്യുന്ന സമയത്ത്, അതായത് വ്യത്യസ്തങ്ങളായ മതവിശ്വാസങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ, വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ചിന്താഗതികളുമൊക്കെ ഉള്ള വ്യക്തികൾ, ഇവരുടെ എല്ലാം പൂർവ്വജന്മങ്ങളിലൂടെ കടന്നു പോകുന്നതിനുള്ളൊരു ഭാഗ്യമോ നിയോഗമോ ഒക്കെ ഇതിനോടകം പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ ഈ വിഷയം ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കാണാം. അതായത് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയുടെ പൂർവ്വജന്മങ്ങളിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് ജനനത്തിന് മുൻപുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള അവസ്ഥയിലൂടെയും സാഹചര്യങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് അവരുടെ അനുഭവങ്ങൾ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ, ഇന്നോളം കടന്നു പോയിരിക്കുന്ന ഒരു വ്യക്തികളും, അതായത് പാസ്റ്റ് ലൈഫ് റിഗ്രഷന് വിധേയമായിരിക്കുന്ന ഒരു വ്യക്തികളും, അവരുടെ മതം എന്തുമായിക്കോട്ടെ, അവരുടെ വിശ്വാസം എന്തുമായിക്കോട്ടെ, അവരുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും സമീപന രീതികളും എന്തുമായിക്കോട്ടെ, പക്ഷെ ഒരാൾ പോലും സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. തീവ്രമായ മതവിശ്വാസികൾ പോലും, മതങ്ങളിൽ വിശ്വസിക്കുന്നവർ പോലും ഈ മതങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നരകത്തെക്കുറിച്ച്, സ്വർഗത്തിലെ സുഖകരമായ അനുഭവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നരകത്തിലെ അതികഠിനമായ ശിക്ഷകളെക്കുറിച്ച് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. മറിച്ച് ഇവരെല്ലാവരും, ഇവരെ ഏത് മതത്തിൻ്റെ അനുയായിയാണെങ്കിലും, ഏത് വിധത്തിലുള്ള വിശ്വാസങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും, ഇനി വിശ്വാസങ്ങളില്ലാത്ത വ്യക്തികളാണെങ്കിലും, ഈ വിധത്തിലുള്ള വിശ്വാസങ്ങളെയെല്ലാം എതിർക്കുകയോ നിഷേധിക്കുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും, ഇതിൽ മെജോറിറ്റിയും സമാനമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ്. അതായത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഏകദേശം സമാനമായ അനുഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ശരീരമില്ലാത്ത, ലിംഗഭേദങ്ങളില്ലാത്ത, അതായത് സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളില്ലാത്ത, പേരില്ലാത്ത ഒരു പ്രകാശരൂപത്തിലുള്ള ഒരവസ്ഥ, വളരെ സുഖകരമായ ആനന്ദകരമായ പ്രകാശരൂപത്തിലുള്ള ഒരവസ്ഥ, ഇതാണ് മെജോറിറ്റിയും പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ചിലരെല്ലാം ഒന്നുകൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്,
കുറേയധികം പ്രകാശങ്ങളുടെ ഇടയിൽ ഒരു പ്രകാശമായിട്ട് നിലനിൽക്കുന്നു എന്നും, ചിലപ്പോൾ വളരെ വലിയൊരു പ്രകാശം അവർക്ക് അകലെയായിട്ടോ അടുത്തൊക്കെ ആയിട്ടോ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ സ്വർഗനരകങ്ങളെക്കുറിച്ചോ ശിക്ഷാവിധികളെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ മാലാഖമാരെക്കുറിച്ചോ ആ വിധത്തിൽ മതങ്ങൾ പറയുന്ന ഒന്നിനെക്കുറിച്ചും ഒരാളും ഇന്നോളം പറഞ്ഞിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പിന്നെ എന്താണ് സ്വർഗനരകങ്ങൾ? സ്വർഗനരകങ്ങളെന്ന് പറയുന്നത്, അതായത് മരണാനന്തരമായിട്ടുള്ള ജീവിതമുണ്ട് എന്ന്, അവിടെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത്, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്മ ചെയ്താൽ നമുക്ക് വളരെ സുഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്നും, അതല്ല എങ്കിൽ കഠിനമായിട്ടുള്ള, ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള ശിക്ഷാവിധികളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നും മതങ്ങൾ എന്തിനാണ് പഠിപ്പിച്ചിരിക്കുന്നത്? അതായത് നമുക്കറിയാം, മനുഷ്യൻ ഇത്രമാത്രം പുരോഗതി കൈവന്നിട്ടില്ലാത്ത ഒരു പുരാതന കാലത്ത് ആണ് മതങ്ങളെല്ലാം ആവിർഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് കൃത്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങളോ നിയമം നടപ്പിലാക്കാനുള്ള വ്യവസ്ഥിതികളോ ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് വ്യക്തികളായാലും ശരി, എന്ത് തന്നെയാണ്, സമൂഹങ്ങളായാലും എന്ത് തന്നെയായാലും നിലനിന്നിരുന്നത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള വിധത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ വിധത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനതയെ അവരിൽ ദൈവഭയം വളർത്തിക്കൊണ്ട് എന്തിലെങ്കിലും ഒന്നിൽ ഭയം എന്ന് പറയുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ സുഖം എന്ന് പറയുന്ന ഒരു മോഹം, ഒരു സ്വപ്നം അവരിൽ വളർത്തിക്കൊണ്ട് നന്മയുടെ പാതയിൽ വഴി നടക്കാൻ വേണ്ടി നന്മ നിറഞ്ഞ വിധത്തിൽ എല്ലാവരോടും പെരുമാറാനും പരസ്പര സഹവർത്തിത്വത്തിനും പരസ്പര സഹകരണത്തിനുമൊക്കെ വേണ്ടി അന്നത്തെ മനുഷ്യർ രൂപം കൊടുത്ത ചില ആശയങ്ങളാണ് മതങ്ങളെന്ന് പറയേണ്ടി വരും. അതായത് നിങ്ങൾ എല്ലാവരോടും നന്നായിട്ട് പെരുമാറിയാൽ, എല്ലാവർക്കും നന്മ ചെയ്താൽ, നന്മകൾ മാത്രം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് മരണത്തിന് ശേഷം നല്ല അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു വാഗ്ദാനം. ഇനി അതല്ല, നിങ്ങളിവിടെ തിന്മകൾ ചെയ്യുന്നു, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു, അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാക്കുന്നു, അങ്ങനെയൊക്കെയാണെങ്കിൽ, അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു, അങ്ങനെയൊക്കെയാണെങ്കിൽ മരണത്തിന് ശേഷം നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള ശിക്ഷകൾ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ള ഒരു ഭയം വളർത്തുക. അപ്പോൾ എന്തു തന്നെയായാലും ഇതിലൂടെയെല്ലാം, ഭയമായാലും ശരി, വാഗ്ദാനങ്ങളായാലും ശരി, ഇതിലൂടെയെല്ലാം മനുഷ്യനെ നന്മയുടെ പാതയിലൂടെ വഴി നടത്തുന്നതിന് വേണ്ടിയുള്ള ചില ക്രമീകരണങ്ങളായിരുന്നു മതങ്ങളെന്ന വിധത്തിൽ, അതേത് മതമായാലും അനുവർത്തിച്ചു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപക്ഷെ ദുർബലന് ഒരു ശക്തൻ്റെ ഭാഗത്തു നിന്നും ദുഃഖകരമായിട്ടുള്ള, സങ്കടകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായാൽ അവനെ ദൈവം ശിക്ഷിച്ചോളും എന്ന് ഓർത്ത് സമാധാനിക്കുന്നതിനുള്ള, എന്നോർത്ത് ആശ്വസിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടി മതങ്ങൾ അവരുടെ ആശയങ്ങളിൽ കരുതി വച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവന് ദൈവം കൊടുത്തോളും. ദൈവം കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ദൈവം കൊടുത്തോളും, എനിക്ക് കൊടുക്കാൻ നിവർത്തിയില്ല, അവിടെ ദൈവം ഇടപെടൽ നടത്തിക്കോളും എന്ന് കരുതി സമാധാനിക്കുന്നതിനുള്ളൊരു മാർഗം. അതുപോലെ തന്നെ നിസ്സഹായ അവസ്ഥകളിൽ ദൈവം രക്ഷിച്ചുകൊള്ളും. മറ്റാരും രക്ഷിക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ ദൈവം രക്ഷിച്ചുകൊള്ളും എന്നുള്ളൊരു ആശ്വാസം, ഒരു പ്രതീക്ഷ, ഒരു പ്രത്യാശ, ഇതെല്ലാം മതങ്ങൾ മനുഷ്യന് കൊടുത്തിരുന്നു ആശയങ്ങളുടെ രൂപത്തിൽ. ഇന്നിപ്പോൾ കാലഘട്ടം മാറി, കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ നിലവിലുണ്ട്. അപ്പോൾ ഈ നിയമവ്യവസ്ഥകൾക്കിടയിൽ, ഈ നിയമവ്യവസ്ഥകളെല്ലാം ഉണ്ട്, അപ്പോഴും ഈ വിധത്തിലുള്ള ചിന്തകൾക്ക് പ്രസക്തിയുണ്ടോ? അതായത് മതങ്ങൾക്ക്, വിശ്വാസങ്ങൾക്ക് പ്രസക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ, മതങ്ങളും വിശ്വാസങ്ങളും കേവലം ഈ വിധത്തിലുള്ള ഭയവും അല്ലെങ്കിൽ പ്രത്യാശയും ഒക്കെ കൊടുക്കുന്നതിനപ്പുറം കൃത്യമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിനുള്ള മാർഗങ്ങൾ കൂടി
മതങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെയും മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ചിലപ്പോൾ ചില വ്യക്തികളുടെ മനോഭാവം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ, വ്യക്തികളുടെ എന്ന് പറഞ്ഞാൽ മതം കൈകാര്യം ചെയ്തു വന്നിരുന്ന അതിൻ്റെ വക്താക്കളുടെ ഒക്കെ ആയിരിക്കാം, ചില ചിന്താഗതികൾ കൊണ്ടോ ഒരുപക്ഷെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ടോ ഒക്കെ നിർഭാഗ്യവശാൽ ഇന്നത്തെ കാലഘട്ടത്തിന് ഉചിതമല്ലാത്ത വിധത്തിലുള്ള പലതും മതങ്ങളിൽ കടന്നുകൂടിയിട്ടുമുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുത്തേണ്ടതുണ്ട്. അതല്ലാതെ അന്ന് അങ്ങനെ ചെയ്തിരുന്നു, അത് ഒരു ആചാരമാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസമാണ്, അല്ലെങ്കിൽ ആ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് അത് തുടർന്നു കൊണ്ട് പോകേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, കരുതുന്നില്ല. കാലഘട്ടത്തിനനുസരിച്ച്, ജീവിത രീതികൾക്കനുസരിച്ച്, ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് മാറ്റേണ്ട ഇടങ്ങളിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്തണം. ഇനി മതവും ആത്മീയതയും എന്താണ്? മതം എന്താണ്? ആത്മീയത എന്താണ്? ഇത് തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതല്ലെങ്കിൽ ഇത് തമ്മിൽ എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? ഇത് നോക്കാം. വളരെ ലളിതമായിട്ടുള്ള വിധത്തിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പഴം, ഒരു നേന്ത്രപ്പഴം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറം ഭാഗത്ത്, അതായത് അതിൻ്റെ തോലിനെ നമുക്ക് മതം എന്ന് പറയാം. അതിൻ്റെ ഉൾഭാഗത്ത്, അതിൻ്റെ ഉൾക്കാമ്പിനെ നമുക്ക് ആത്മീയത എന്ന് പറയാം. അതായത് ഒരു ഉൾക്കാമ്പിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു കവചമാണ് മതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ നിർഭാഗ്യവശാൽ മെജോറിറ്റിയും, ഭൂരിഭാഗം വ്യക്തികളും ഈ പൊതിഞ്ഞിരിക്കുന്ന വളരെ ഭംഗിയുള്ള, നിറമുള്ള ആ തോലിനെ, അല്ലെങ്കിൽ വളരെ ഭംഗിയുള്ള, വളരെ ഷേപ്പുള്ള ആ ഒരു തോലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ തൊട്ടും തലോടിയും തഴുകിയും അതിനെ പുണർന്നുമൊക്കെ ഇതാണ് മതം, കണ്ടോ എൻ്റെ മതത്തിൻ്റെ ഭംഗി കണ്ടോ, എൻ്റെ മതത്തിൻ്റെ വലിപ്പം കണ്ടോ, അതിൻ്റെ നിറം കണ്ടോ, ഇതൊക്കെ കണ്ട് ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റി അവിടെ മാത്രം നിൽക്കുന്നു. അതിൻ്റെ ഉൾക്കാമ്പിനെ തിരിച്ചറിയുന്നില്ല, അറിയാതെ പോകുന്നു. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇന്ന് പല വിധത്തിലുള്ള നിയമങ്ങളുണ്ട്. ട്രാഫിക് നിയമങ്ങളുണ്ട്, അതുപോലെ പല വിധത്തിലുള്ള നിയമങ്ങളുണ്ട്. ഇനി ഗതാഗത നിയമങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് വ്യക്തികൾ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് വ്യക്തികൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത്? എന്തുകൊണ്ടാണ് വൺ വേ കട്ട് ചെയ്യാത്തത്? മെജോറിറ്റിയുടെ കാര്യം എടുത്താലും ശരി, ഹെൽമെറ്റ് വയ്ക്കുന്നത് ഒരു കാരണവശാലും അതിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള അറിവോ പരിഗണനയോ കൊണ്ടല്ല, പിന്നെയോ നിയമങ്ങളെ ഭയപ്പെട്ടിട്ട് തന്നെയാണ്. അവിടെ ഫൈൻ കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരേ ഒരു ചിന്ത കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സീറ്റ് ബെൽറ്റ് കൃത്യമായിട്ട് ഇടുന്നതും, അതുപോലെ തന്നെ വൺ വേ കട്ട് ചെയ്യാത്തതും, നിയമങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കുന്നത് നിയമത്തെ പേടിയുള്ളത് കൊണ്ടാണ്. അതല്ലാതെ അതിൻ്റെ കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടോ ഉൾക്കൊണ്ടിട്ടോ അതിനെ അംഗീകരിച്ചു കൊണ്ടോ അല്ല, ഭയം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? ട്രാഫിക്കിലെ പോലീസുകാരനോ ക്യാമറയോ ഇല്ല എന്ന് കണ്ടാൽ ഒരുപക്ഷെ വൺ വേ കട്ട് ചെയ്യും, ചിലപ്പോൾ ഹെൽമെറ്റ് അവിടെ അഴിച്ചു മാറ്റി വെക്കും, സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ തന്നെയാണ് വാസ്തവത്തിൽ ഒരു മതവിശ്വാസി ചെയ്യുന്നത്. അവൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് ദൈവത്തെ ഭയന്നിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ സ്വർഗ്ഗനരകങ്ങളെ ആഗ്രഹിച്ചിട്ടോ ആഗ്രഹിക്കാഞ്ഞിട്ടോ ഒക്കെ തന്നെയാണ്. പക്ഷെ ആത്മീയത എന്ന് പറയുന്നതല്ല. ഈ പഴത്തിൻ്റെ ഉൾക്കാമ്പില്ലേ, മധുരമുള്ള ഉൾക്കാമ്പ്, അതാണ് ആത്മീയത. അപ്പോൾ ശരിക്കും ഒരു ആത്മീയ അന്വേഷിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ മതമെന്ന് പറയുന്ന പുറംതോലിൻ്റെ ഭംഗിയോ അതിൻ്റെ നിറമോ അതിൻ്റെ വലിപ്പമോ ഒന്നും കണ്ടിട്ട് അവിടെ തട്ടിത്തടഞ്ഞു നിൽക്കില്ല. അവനതിൻ്റെ ഉൾക്കാമ്പിനെ തേടും. മനസ്സിലാവുന്നുണ്ടോ? ആ ഉൾക്കാമ്പിനെ തേടുന്ന ഒരു അന്വേഷിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒന്നിനെയും ഭയക്കുന്നില്ല, ഭയമില്ല അവന്. എന്നാലോ കൃത്യമായിട്ട്
അവൻ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ തൻ്റെ ഒരു പ്രവൃത്തിയും തൻ്റെ ഒരു ചിന്തയും തനിക്കോ തൻ്റെ ചുറ്റുപാടുമുള്ളവരിൽ അസ്വസ്ഥതകൾ ഉണ്ടാകരുത് എന്ന് അവൻ നിർബന്ധമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അവൻ കാര്യങ്ങളെ കാണുന്നത് എല്ലാം ഞാൻ തന്നെയാണ്, എല്ലാം എൻ്റെ പ്രതിരൂപങ്ങൾ തന്നെയാണ് എന്നുള്ള വിധത്തിലായിരിക്കും. എല്ലാം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യരും ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രതിരൂപങ്ങൾ തന്നെയാണ്. എല്ലാ ജീവജാലങ്ങളും അതും ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രതിരൂപങ്ങളാണ്. എൻ്റെ ചുറ്റുപാടുകൾ അതിലെല്ലാത്തിലും ഞാനുണ്ട്, അതും എൻ്റെ പ്രതിരൂപങ്ങളാണ്. ഇങ്ങനെ സകലതും അവൻ കൃത്യമായിട്ട് നന്മ ചെയ്യുന്നത് ഒന്നും പ്രതീക്ഷിച്ചിട്ടോ ഒന്നിനെയും ഭയന്നിട്ടോ അല്ല, മറിച്ച് ചെയ്യുന്നത് നന്മയാണ് എന്നുള്ള ഒരു ചിന്തയും അവനില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് സ്വയം നല്ലതാകാത്തൊന്നും അവൻ ചെയ്യില്ല. മനസ്സിലായോ? ഞാനൊന്ന് ചെയ്യുമ്പോൾ, ഒരാളോടൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഞാൻ എനിക്ക് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് സങ്കടമുണ്ടാക്കുന്ന, എനിക്ക് വേദന ഉണ്ടാക്കുന്ന, എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. അതുപോലെ തന്നെയാണ് ഒരാളോടൊരു വാക്ക് പറയുന്നതിന് മുൻപ് ആ വാക്ക് മറ്റൊരാൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് വേദനയുണ്ടാകും എന്നുണ്ടെങ്കിൽ ഞാനത് അയാളോട് പറയില്ല. ആ പ്രവൃത്തി മറ്റൊരാൾ എന്നോട് ചെയ്താൽ എനിക്ക് വേദന ഉണ്ടാകും എന്നുള്ള ബോധമുണ്ടെങ്കിൽ ഞാൻ ആ പ്രവൃത്തി മറ്റൊരാളോട് ചെയ്യില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് നോക്കൂ, ട്രാഫിക് നിയമത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഞാൻ എൻ്റെ സ്വന്തം പറമ്പിൽ വാഹനം ഓടിക്കുകയാണ് എങ്കിൽ, ഞാൻ ശരിക്കുമുള്ള ആത്മീയതയുടെ അനുയായിയാണെങ്കിൽ, ആത്മീയതയെ മുറുകെ പിടിക്കുന്ന ആളാണെങ്കിൽ, ഞാൻ അവിടെയും ഹെൽമെറ്റ് ഉപയോഗിക്കും, അവിടെയും ഞാൻ സീറ്റ് ബെൽറ്റ് കൃത്യമായിട്ട് ധരിക്കും. എൻ്റെ സ്വന്തം പറമ്പിലാണെങ്കിൽ പോലും. ആ നിയമത്തെ ഭയന്നിട്ടല്ല, മറിച്ച് കൃത്യമായിട്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ഉൾക്കൊണ്ടുകൊണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ആത്മീയത എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സകലതും ഞാൻ തന്നെയാണ്. സകലതും. ഇപ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ അനാവശ്യമായിട്ട് ഒരു ബൾബ് തെളിഞ്ഞിട്ടുണ്ട്. പകൽ സമയമാണ്, ആ സമയത്ത് അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ അതിൻ്റെ സ്വിച്ച് നമ്മളവിടെ കാണുന്നുണ്ട്. അതൊന്ന് ഓഫ് ചെയ്ത് പോകും. അത് ഓഫ് ചെയ്യുന്നത് കൊണ്ട് ഭൗതിക തലത്തിൽ നേരിട്ട് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നേട്ടമുണ്ടാവില്ല. മാത്രമല്ല അതിനൊരല്പസമയം നമ്മൾ കൊടുക്കണം. എന്നാൽ അതവിടെ തെളിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതിന് കറണ്ട് ബില്ല് നമ്മൾ കൊടുക്കേണ്ടതില്ല, അത് മറ്റാരുമാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റാരോ എന്ന് പറയുന്നത് അതും ഞാൻ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ട്? മറ്റാരോ എന്ന് പറയുന്നത് അതും ഞാൻ തന്നെയാണ്. വിശക്കുന്ന വിധത്തിലൊരു നായ അല്ലെങ്കിൽ ഒരു പൂച്ച അല്ലെങ്കിൽ ഒരു ജീവി അവൻ്റെ മുന്നിൽ വന്നു പെട്ടാൽ അതിന് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവനത് ചെയ്തിരിക്കും. കാരണം അവൻ്റെ കാഴ്ചപ്പാടിൽ അതും ഞാൻ തന്നെയാണ്. ഇനി ഇതെല്ലാം ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകുന്ന കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ, സാധ്യമാകുന്ന ഇടങ്ങളിലെല്ലാം നമ്മൾ സാധ്യമാക്കണം. നമ്മൾ ഒരുപക്ഷെ വളരെ തിരക്കിട്ട് ഒരു വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യത്തിന് ആ സമയത്ത് ഇതുപോലൊരു കാഴ്ച കണ്ടാൽ ചിലപ്പോൾ നമുക്കവിടെ ഇറങ്ങാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഒരു ആത്മീയ അന്വേഷിയാണതെങ്കിൽ അവൻ്റെ ഒരു ചിന്ത കൊണ്ട് പോലും ഒരുപക്ഷെ അവിടെ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരാശ്വാസം അവിടെ സംഭവിച്ചിരിക്കും. കാരണം അവനും പ്രപഞ്ചവും ഒന്നു തന്നെയാണ് എന്ന് തന്നെയാണ് അവൻ്റെ ചിന്ത. വിശ്വാസമല്ല അവൻ്റെ ചിന്ത. വിശ്വാസമെന്ന് പറയുന്നത് ഉറപ്പായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ തന്നെയാണ് അവൻ സങ്കല്പിച്ചിരിക്കുന്നത്. ഒരു മനോസങ്കല്പം കൊണ്ട് പോലും ഭൗതിക തലത്തിൽ ചില കാര്യങ്ങളെന്നല്ല, ഭൗതിക തലത്തിൽ എല്ലാമെന്ന് തന്നെയാണ് ശുദ്ധമായ ആത്മീയതയിൽ അനുശാസിക്കുന്നത്. എങ്കിലും ഞാൻ പറയുക, അവിടെ ചില വ്യത്യാസങ്ങൾ സംഭവിക്കും, ഉറപ്പായിട്ടും സംഭവിക്കും. അപ്പോൾ ഏറ്റവും ചുരുക്കി പറയുന്നത്,
നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ആത്മീയ അന്വേഷിയാണ് എങ്കിൽ ഈ ഒരു കാര്യത്തെ മാത്രം കഴിയുന്നിടത്തോളം മുറുകി പിടിക്കുക. നമ്മൾ സാധാരണ പറയാറില്ലേ, അഹം ബ്രഹ്മാസ്മി, ഞാൻ ദൈവമാകുന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞതും ക്രിസ്തു പറഞ്ഞതും ഇസ്ലാം പറഞ്ഞതുമെല്ലാം ഇത് തന്നെയാണ്, അഹം ബ്രഹ്മാസ്മി. അവനവൻ്റെ ഉള്ളിലെ പ്രപഞ്ചത്തെ, അവനവൻ്റെ ഉള്ളിലെ പ്രപഞ്ചബോധത്തെ ചൂണ്ടി തന്നെയാണ് ഇവരെല്ലാവരും പറഞ്ഞിരിക്കുന്നത്, അഹം ബ്രഹ്മാസ്മി. അത് മനുഷ്യൻ മാത്രമല്ല, സകല പക്ഷികളിലും മൃഗങ്ങളിലും വൃക്ഷങ്ങളിലും ജലജീവികളിലും ഉരകങ്ങളിലും അങ്ങനെ ജീവനുള്ള എല്ലാത്തിലും ഈശ്വരാംശമുണ്ട്, ഈശ്വരീയതയുണ്ട്. അത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് നമ്മളൊരാളെ കാണുന്ന സമയത്ത് നമസ്തേ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവരെ ഒന്ന് വിഷ് ചെയ്യുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ വിധത്തിൽ. അതാത് വ്യക്തികളുടെ ഉള്ളിലെ ദൈവീകതയെ അംഗീകരിക്കുകയാണ്, അതിലൂടെ തിരിച്ചറിയുകയാണ്, അംഗീകരിക്കുകയാണ്. അപ്പോൾ ഈ വിധത്തിൽ സകലതും ഈശ്വരാംശം തന്നെയാണ് എന്ന് തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനുമൊക്കെ സാധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരിക്കലും ഒരാളെന്ന് മാത്രമല്ല ഒന്നിനെയും വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ ഒന്നും സാധ്യമല്ല. കാരണം അവൻ്റെ ഉള്ളിലെ ദൈവിക ചൈതന്യം തന്നെയാണ് എല്ലാത്തിലുമുള്ളത്. സകല ജീവികളിലും അതുപോലെ ഈ പ്രപഞ്ചത്തിലുമെല്ലാം നിലനിൽക്കുന്നത് അവൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന അതേ ചൈതന്യം തന്നെയാണ് എന്നും, ഈ പറയുന്ന പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന അതേ ചൈതന്യത്തിൻ്റെ ഭാഗം തന്നെയാണ് അവൻ സ്വയം എന്നും തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടി, വളരെ സംതൃപ്തിയോടുകൂടി, ആർക്കും ഒരു വേദനയും ഉണ്ടാവാതെ, മറിച്ച് വേദനിക്കുന്ന വ്യക്തികളെയോ ജീവികളെയോ ഒക്കെ സാന്ത്വനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും അവന് സാധിക്കുന്ന വിധത്തിൽ ആ വേദനകൾക്ക് പരിഹാരമുണ്ടാക്കാനുമെല്ലാം അവൻ ശ്രമിക്കും. അതാണ് ശുദ്ധമായിട്ടുള്ള ആത്മീയതയുടെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. അതുപോലെ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ വിധത്തിലുള്ള അറിവുകൾ നിരന്തരം ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.